അതെ നമ്മുടെ ഫൈനലി വാഴയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ആ സൗണ്ട് കേട്ടോ, ആ ക്രിസ്പിനെസ്, അതാണ് ഇതിന്റെ മെയിന്. പിന്നെ രതീഷ് ഉറങ്ങി കിടക്കുകയല്ല, ഉണർന്നിരിക്കുന്ന രതീഷാണ്. അവനെ കണ്ടു. വൈകിട്ട് നമുക്ക് പഴംപൊരി ബീഫ് കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. സമയം നോക്കാച്ചാ, ഒടുക്കാത്ത തണുപ്പ്, നല്ല വിന്റർ. ഇപ്പം സമയം ഒട്ടും കളയണ്ട. ഇന്ന് മാർക്കറ്റിൽ പോയായിരുന്നു, അപ്പൊ നല്ല ബീഫ് കിട്ടി, കുറച്ച് കപ്പ മേടിച്ചു. സോ നമുക്കൊരു കപ്പയും ബീഫ്, കപ്പ ബിരിയാണി ഉണ്ട്, അത് കൂടാതെ തന്നെ പഴംപൊരിയും ബീഫും ഉണ്ട്. നമുക്ക് തുടങ്ങിയേക്കാം. അങ്ങനത്തെ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിക്കാൻ പോകാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൈദാമാവ്. സോ കപ്പളവിലാണെങ്കിൽ ഒരു കപ്പ് മൈദാമാവ് എടുക്കുക. ഓക്കെ, ഒരു കപ്പ് കാണും അതിന്റെ. ഇതൊരു കപ്പുണ്ട്, ചെറിയ കപ്പ്, എന്നെങ്കിൽ വലിയ കപ്പാക്കാം. അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര എണ്ണം ഉണ്ടാക്കാനുണ്ടോ. ആക്ച്വലി നമ്മൾ ഒരുമിച്ച് ഒത്തിരി പഴംപൊരി ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ അതിന്റെ ഇതായിട്ട് എന്താ കൂടുതൽ ഉണ്ടാക്കാൻ, അതിനകത്തോട്ട് സ്വല്പം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ലൊരു ക്രിസ്പിനെസ് പഴംപൊരിക്ക് കിട്ടാൻ വേണ്ടിയാണ്. അത് ഒത്തിരി ഒന്നും വേണ്ട, ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിനകത്തോട്ട് സ്വല്പം ഉപ്പ് ആഡ് ചെയ്യുക ആവശ്യത്തിനുള്ളത്. പിന്നീട് മെയിനായിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. കാര്യം നമ്മൾ എടുത്തേക്കുന്ന ഏത്തക്ക എന്ന് പറയുന്നത് നമ്മുടെ നാടനല്ല, അല്ലാത്തതാണ്. ഇതിനകത്താകുമ്പോഴത്തേക്കും കുറച്ച് മധുരവും കൂടി വേണം. അതിന് വേണ്ടി ഒരു 2 സ്പൂൺ ഇതും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടി നമ്മുടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം സ്വല്പം അതും കൂടി ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ ബോൾട്ടൺ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 8 ഏത്തക്ക പോലത്തെ അത് എടുക്കുകയാണെങ്കിൽ 4 പൗണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ലൊരു ബാറ്റർ ആക്കി എടുക്കുന്നതാണ്. നമ്മുടെ ബാറ്ററിന്റെ പ്രിപ്പറേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് റെസ്റ്റിങ്ങിന് വേണ്ടി ഒരു 30 മിനിറ്റ്സ് വെക്കാം. റെസ്റ്റിംഗ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ റെസ്റ്റിംഗ് വെച്ചാൽ ഇച്ചിരിയും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് പഴം മുറിച്ച് ഇതിനകത്തോട്ട് മുക്കി പിടിച്ചെടുക്കാം. നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ തയ്യാറാക്കി അതിൻ്റെ ഇടയ്ക്ക് കൂടി പെട്ടെന്ന് ഒരു ബീഫ് കറിയും കൂടി തയ്യാറാക്കാം. സോ ബീഫ് കറിക്ക് വേണ്ടി കുക്കർ എടുത്ത് വെച്ചു. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ആണെങ്കിൽ ഇച്ചിരിയും കൂടി അടിപൊളി. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചൂടായപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ടേക്കുന്നു. ജീരകം, ഗ്രാമ്പൂ, പട്ട, നമ്മുടെ ഏലക്ക. അതിന്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. ഏലക്ക ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാത്തതിന്റെ ഒരു കേട്, ഇങ്ങനെ ചൂടെണ്ണയിലോട്ട് കറിവേപ്പില പടക്കം പൊട്ടി. അപ്പോൾ പടക്കം പൊട്ടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് ഒണിയനും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഞാൻ ഇവിടെ ഒരു 3 സവാളയാണ് എടുത്തേക്കുന്നത്. പക്ഷേ 3ന്റെ ആവശ്യമില്ല, നമുക്ക് 2 സവാളയുടെ ആവശ്യം. അത് മാത്രം ഇടുക. അതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒന്ന് സോട്ടായി വന്നപ്പോഴത്തേക്കും ഒരു 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം മാറുക. ഏകദേശം വഴന്നു വന്നു. അതിനകത്തോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് 2 തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ബീഫ് ആഡ് ചെയ്യുക. ഇതിനകത്തിപ്പം നമ്മൾ മസാല ഒന്നും ഇടുന്നില്ല, നേരെ ബാക്കി ബീഫ് കഴുകി വെച്ചിരുന്ന ബീഫ് എടുത്ത് ചെയ്യുക. മൊത്തം നമ്മൾ കുക്കറിനകത്ത് തന്നെ പരിപാടി തീർക്കുകയാണ്. അവസാനം ഒന്ന് പൊടിയെല്ലാം മൂപ്പിച്ച് ഇതിനകത്ത് കാണുന്നതാണ്. അപ്പോൾ ബീഫ് ആവശ്യത്തിന് എടുത്തെടുക്കുക. വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല, വെള്ളം ഇതിനകത്തുള്ളത് തന്നെ ഇറങ്ങി കൊണ്ടുപോകും. അപ്പം നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക. ഒരു 4-5 വിസിൽ മാക്സിമം. അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. ഡൺ. പഴംപൊരിക്ക് എടുത്തേക്കുന്ന പഴം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഏത്തക്കയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഏത്തക്കയല്ല. ഇത് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്ന ഒരിതാണ്. ഇത് പ്ലാന്റെയിൻ എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. നമ്മുടെ പോലത്തെ നേന്ത്രവാഴയല്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്വീറ്റ് അല്ല, നമ്മുടേത് ഇച്ചിരിയും കൂടി സ്വീറ്റ് അല്ലേ. കൂടുതലെന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ വിത്ത് സ്റ്റാർച്ചാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ പഴുത്ത് വരുമ്പോഴത്തേക്കും ഏകദേശം പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനും നല്ലതാണ്. നമുക്ക് പിന്നെ കിട്ടുന്നത് വെച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പ്ലാന്റെയിൻ എടുത്തതിന് ശേഷം ഹാഫായിട്ട് കട്ട് ചെയ്ത് അതിനെ പിന്നീട് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അത്ര
അപ്പൊ നമ്മുടെ ഏത്തക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് ആയിട്ടുള്ളത്, ഇത് ഫുൾ ആയിട്ടുള്ളത്, രണ്ടും ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് കഴിക്കണമെങ്കിൽ ഫുള്ളായിട്ട്, ഹാഫായിട്ട് കഴിക്കണമെങ്കിൽ ഹാഫായിട്ട്. അപ്പൊ ഇനി പരിപാടിയിലോട്ട് എടുത്തേക്കാം. ഓൾറെഡി എണ്ണ അടിച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് നല്ല ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിനകത്തോട്ട് ഇനി ഇത് മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ അതിന്റെ ബാറ്ററിനകത്തോട്ട് മുക്കി നേരെ ഇട്ട് കൊടുക്കുക. എണ്ണയും ചൂടായിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ഫൈനലി വാഴയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ആ സൗണ്ട് കേട്ടോ, ആ ക്രിസ്പിനെസ്, അതാണ് ഇതിന്റെ മെയിന്. പിന്നെ രതീഷ് ഉറങ്ങി കിടക്കുകയല്ല, ഉണർന്നിരിക്കുന്ന രതീഷാണ്. അങ്ങനെ കണ്ടു. അപ്പൊ ടേസ്റ്റ് എന്തായാലും നമ്മുടെ ബീഫും കൂടി ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നോക്കാം. ബീഫ് എന്തായാലും വെന്തിട്ടുണ്ട്. ഇനി അവന്റെ പരിപാടി ലാസ്റ്റ് നടന്നേക്കാം. അപ്പൊ നമ്മുടെ ബീഫ് ഏകദേശം ഒരു 5 വിസിൽ അടുപ്പിച്ചായിരുന്നു. ഈ വെള്ളം ഒട്ടും ഒഴിച്ചില്ലായിരുന്നു, പക്ഷെ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ബീഫിന്റെ പരിപാടി ഒന്നും കൂടി നോക്കാം എന്തായാലുള്ളത്. നല്ലപോലെ വെന്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഏകദേശം സെറ്റായിരിക്കും. ആക്ച്വലി ബീഫ് നല്ല അലുവ പോലെ വെന്തിട്ടുണ്ട്. ആക്ച്വലി ഇതിനകത്ത് ഇനി ഒരു മസാല പോലും ഇടേണ്ട ആവശ്യമില്ല, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഒരു മസാല പോലും ആഡ് ചെയ്തത്. പിന്നെ ആ ഒരു കളർ കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തായാലും ഇവിടെ കെട്ടിയൊക്കെ എന്തായാലും അവർക്ക് മസാല വേണം. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെങ്കിൽ നമുക്ക് ബാക്കി പരിപാടി നിർത്താം, ഇതോടെ കഴിച്ചാൽ. പക്ഷെ കപ്പ ബിരിയാണിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇച്ചിരി കളറും കൂടി ആവട്ടെ എന്ന് വിചാരിച്ച് വേണ്ടേ അടുത്ത പരിപാടി തുടങ്ങിയിരുന്നു. ഒരു പാൻ എടുത്ത് നേരെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കണ്ണി കാണുന്ന പൊടികളെല്ലാം കൂടി വാരി അങ്ങോട്ട് ഇടുക. അപ്പൊ ആദ്യം തന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി കിടക്കട്ടെ, കുറച്ച് കാശ്മീരി ചില്ലി. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട ഒരു ചില്ലി പൗഡർ ഉണ്ട്, ആന്ധ്ര ചില്ലി. അതിന് ഞാൻ ജന്മം ചെയ്ത ഇടത്തില്ല. ഇത് കാശ്മീരി ചില്ലി. അതിന്റെ കൂടെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇത് ഫ്രഷ് ആയിട്ട് പൊടിച്ചേക്കുന്ന മല്ലിപ്പൊടിയാണ്. പിന്നെ കുറച്ച് ഗരം മസാല. അത് മതി. ഇനി കണ്ണി കണ്ടത് വേണ്ട, ഒരു മീറ്റ് മസാല ഇരിക്കുന്നുണ്ട്, അതും കൂടി എടുത്തിട്ട് തട്ടിയത്. ഇനി എന്തെങ്കിലും ഉണ്ടോ ബാക്കി? പെപ്പറുണ്ട്. ആ ചില്ലി പൗഡർ ഞാൻ ഇടത്തില്ല. എന്നാൽ അത് സ്വല്പം ചില്ലി ഇതും കൂടി പെപ്പറും കൂടി ഇട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ സാധനം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തീ ഭയങ്കരമായിട്ട് സ്ലോയിൽ തന്നെ ഇടുക, ഇല്ലെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി നമ്മുടെ ബീഫ് റെഡി ആയിരിക്കുന്നതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നല്ല കളറും കൺസിസ്റ്റൻസിയും എല്ലാം കൂടിയായിട്ട് സെറ്റായി വരുന്നതായിരിക്കും. ഇവിടെ മസാല ഏകദേശം മൂത്ത് വന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇത് ഏകദേശം നല്ല കൺസിസ്റ്റൻസി, കാര്യം നല്ല സ്മെല്ല് വരുന്നുണ്ട് മസാല എല്ലാം കൂടി പിടിച്ചതിൻ്റെ. ഇനി നമ്മുടെ ആ ബീഫ് എടുത്തൊന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലോട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് തട്ടിയേക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ബീഫ് ഇട്ടേക്കുന്നു. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പൊടിയെല്ലാം കൂടി ഒന്ന് ഇടുകയാണ്. അങ്ങനെ ഇവിടെ കെമിസ്ട്രി വർക്കൗട്ട് ആയിരിക്കുകയാണ്. മസാലകളും ബീഫും എല്ലാം കൂടി ചേർന്ന് അവർ ഒന്ന് ചേർക്കുകയാണ്. സുഹൃത്തുക്കളെ ഒന്ന് ചേരുകയാണ്. ഇനി ഇത് നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ചാറ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ചാറ് വേണ്ട ഇച്ചിരി ക്ലിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് ഇച്ചിരി കപ്പ ബിരിയാണിയും കൂടി ഉണ്ടാക്കേണ്ടത് കാരണം ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്തുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ ഇതുമായിട്ട് നമ്മുടെ രതീഷുമായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. ബാക്കി കപ്പ ബിരിയാണി കണ്ടപ്പോൾ തന്നെ മനസ്സിലാവണം, നല്ല ടേസ്റ്റ്. അപ്പൊ ഇന്ന് രതീഷിന്റെ റിവ്യൂ ഞാൻ തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ നല്ല പഴംപൊരിയും അതിന്റെ കൂടെ ബീഫും, ഇതിന് ഒരു പീസ് എടുത്ത് നല്ല ബീഫുമായിട്ട് ഇങ്ങോട്ട് ഇത് ചെയ്തിട്ട് വെച്ച് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ഞാൻ പറയത്തില്ല, നീ കഴിച്ചു നോക്ക്. അപ്പൊ പരീക്ഷിക്കാത്തവരെ കൊണ്ട് കഴിച്ചു പോയിക്കുമ്പോഴല്ലേ അതിന്റെ കറക്റ്റ് ഇതറിയാൻ പറ്റുന്ന. സോ ഇതെല്ലാം കൂടി എടുത്തിട്ട് നീ പറ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. തീയ സാധനം. നീ കരയുന്നെന്തിനാ? കരയുന്നില്ല, ഞാൻ സത്യമായിട്ട് പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യ ഞാൻ ആദ്യമായിട്ട് ബീഫ് ഇതായിട്ട് ഞാൻ പഴംപൊരിയൊക്കെ കഴിക്കുമായിരുന്നു. എന്താ പഴം കറക്റ്റ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ തരത്തില്ല. ഞാൻ ഈ പഴംപൊരിയൊക്കെ കഴിക്കുമായിരുന്നു, പക്ഷെ ബീഫിന്റെ കൂടെ ഞാൻ കഴിക്കത്തില്ല. പക്ഷെ ഇന്നെ ടേസ്റ്റ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ്. നോക്കട്ടെ. അങ്ങനെ എല്ലാരും ട്രൈ ചെയ്തിട്ട് അച്ഛ കഴിക്കട്ടെ. അച്ഛ
ഇവിടെ ഈ സൈഡിലോ ഇവരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീഫിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. പഴംപൊരിയായിട്ട് ട്രൈ ചെയ്ത് നോക്കി. ഇനി ബാക്കി കപ്പയായിരുന്നു. കപ്പ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരുന്നു. ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാണ്. ഇനി ഇതിനെ ഒന്ന് അടച്ചിട്ട് ബാക്കി ബീഫ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ പരിപാടി. കപ്പ ഒന്ന് നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ബീഫ്, എല്ലോട് കൂടിയ ബീഫായിരുന്നു. സോ അതെല്ലാം കൂടി ഇതിനകത്തോട്ട് ബാക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. അങ്ങനെ നമ്മുടെ ഫൈനൽ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർണിഷിന് വേണ്ടി കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. The taste good. Super, super, super good. Like and subscribe.